सरस्वती नमस्तुभ्यं वरदे कामरूपिणी വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് സുന്ദരകാന്ഡം ആരംഭം മുതൽ ഹനുമ-സീതാ സംവാദം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. സുന്ദരകാന്ഡത്തിൽ സമുദ്രലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം, സീതാ സന്ദർശനം, രാവണൻ്റെ പുറപ്പാട്, രാവണൻ്റെ ഇച്ഛാഭംഗം, ഹനുമൽ-സീതാ സംവാദം, ലങ്കാമർദ്ദനം, ഹനുമാന്റെ പ്രത്യാഗമനം, ഹനുമാൻ ശ്രീരാമസന്നിധിയിൽ സീതാവൃത്താന്തം വേദനം എന്നിവയാണ് ഈ കാണ്ഡത്തിൻ്റെ പ്രമേയം. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം എന്നിങ്ങനെ 6 കാണ്ഡങ്ങളായിട്ടാണ് രാമായണം വിഭജിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇതിൽ ഈ സുന്ദരകാന്ഡം ഒഴിച്ചുള്ള 5 കാണ്ഡങ്ങളുടെയും പേര് കഥാസൂചകങ്ങളാണ്. എന്നാൽ സുന്ദരകാന്ഡം എന്ന സംജ്ഞ മാത്രം ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. സുന്ദരകാന്ഡം എന്ന പേരിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങളാണ് കാണുന്നത്. അതിൽ 1-2 അഭിപ്രായങ്ങൾ ഞാനിവിടെ പറയാം. പ്രതിപാദ്യത്തിൻ്റെയും പ്രതിപാദന ശൈലിയുടെയും സൗന്ദര്യം കൊണ്ടാണ് സുന്ദരകാന്ഡം എന്ന പേര് ലഭിച്ചത്. സീതാ ദർശനം എന്ന രാമായണ കഥയിലെ മർമ്മപ്രധാനമായ ഭാഗം ഈ കാണ്ഡത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അർത്ഥഗാംഭീര്യം, ആശയവൈശിഷ്ട്യം മുതലായവയാൽ സുന്ദരകാന്ഡം ഇതര കാണ്ഡങ്ങളെ അതിശയിക്കുന്നു. ഇനി സീതാദർശനാർത്ഥം അണിഞ്ഞൊരുങ്ങി പുറപ്പെടുന്ന രാവണൻ ഈ കാണ്ഡത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതിനെ ആസ്പദമാക്കിയാണ് സുന്ദരകാന്ഡം എന്ന പേര് വന്നതെന്ന് ചിലവർ പറയുന്നു. രാമൻ്റെ സൗന്ദര്യം ഏറ്റവും തെളിഞ്ഞു കാണേണ്ട മധ്യപ്രായത്തിലെ കഥകൾ വിവരിക്കുന്ന കാണ്ഡമായതുകൊണ്ടാണ് സുന്ദരകാന്ഡ സംജ്ഞ ലഭിച്ചതെന്ന് വേറൊരു പക്ഷം. ഇനി സുന്ദര ശബ്ദത്തിന് കാമദേവൻ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ കാമപരവശനായ രാവണൻ ഈ കാണ്ഡത്തിൽ പ്രവേശിക്കുന്നതിനാലാണ് സുന്ദരകാന്ഡം എന്ന് പേര് ലഭിച്ചതെന്ന് വേറെ ചിലർ പറയുന്നു. സുന്ദര ശബ്ദത്തിന് കാണാതെ പോയി വീണ്ടെടുത്ത വസ്തു, അതായത് നഷ്ടാർത്ഥസ്യ പുനർലാഭ സുന്ദര പരികീർത്തിത എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ പഞ്ചവടിയിൽ വെച്ച് കാണാതെ പോയ സീതയെ ഹനുമാൻ ഈ കാണ്ഡത്തിലാണ് കണ്ടെത്തുന്നത്. അതിനാൽ സുന്ദരകാന്ഡം എന്ന പേര് അങ്ങനെയും പറയുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം. സകല തത്വങ്ങൾക്കും പരിശുദ്ധമായ തിലകമായി തീരാൻ യോഗ്യതയുള്ളവളെ, അമൃതിൻ്റെ സാരസർവസ്വമായിട്ടുള്ളവളെ, നീ ആദരപൂർവം കഥകൾ എനിക്ക് പറഞ്ഞു തന്നാലും കകുസ്തൻ്റെ വംശത്തിൽ ജനിച്ച ശ്രീരാമൻ്റെ കഥകൾ എത്ര കേട്ടാലും മതി വരികയില്ല. രഘുകുലാധിപൻ്റെ, അതായത് ശ്രീരാമൻ്റെ പ്രശസ്തമായ കഥകൾ കേൾക്കാനുള്ള കവിയുടെ അഭ്യർത്ഥന കേട്ടപ്പോൾ മധുരഭാഷിണിയായ കിളിമകൾ കാരുണ്യമൂർത്തിയായ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് കഥ പറഞ്ഞു തുടങ്ങി. ശ്രീ പരമേശ്വരൻ പുഞ്ചിരിയോടുകൂടി എന്നാൽ കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ കഥ പാർവതിയോട് പറഞ്ഞു തുടങ്ങുന്നു. ഇനി സമുദ്രലംഘനം, ലവണജലനിധി ശതക യോജന വിസ്തൃതം മുതലുള്ള ഭാഗം. 100 യോജന വിസ്താരമുള്ള കടൽ കടന്ന് ലങ്കയിൽ എത്താനായി ഹനുമാൻ ശ്രീരാമൻ്റെ പാദപങ്കജങ്ങളെ ധ്യാനിച്ച് വേണ്ടത്ര ശക്തി സംഭരിച്ച് വാനര സമൂഹത്തോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എല്ലാവരും കണ്ടുകൊള്ളൂ, എൻ്റെ പിതാവായ വായുദേവനെ പോലെ വളരെ വേഗം ആകാശമാർഗത്തിലൂടെ അഭിമാനത്തോടെ രാക്ഷസ രാജാവായ രാവണൻ്റെ ആലയത്തിലേക്ക് ഞാൻ പോകുന്നുണ്ട്. രാമബാണം പോലെ പാഞ്ഞു ചെന്ന് ഇന്ന് തന്നെ ഞാൻ ധൈര്യപൂർവ്വം രാമപത്നിയായ സീതയെ കാണും. സകല ലോകനാഥനായ ശ്രീരാമനെ വളരെ പെട്ടെന്ന് ഞാൻ വിവരമറിയിക്കും. ഇന്ന് ഞാൻ ധന്യനും കൃതാർത്ഥനും ആയി. ഭക്തന്മാരുടെ ജനനമരണ രൂപത്തിലുള്ള സംസാര ദുഃഖം നശിപ്പിക്കുന്ന ഈശ്വരനാമം മരണസമയത്ത് ചിന്തിക്കുന്നവർ പോലും ജനനമരണങ്ങളാകുന്ന സമുദ്രത്തെ ആ ജന്മം തന്നെ അതിവേഗം തരണം ചെയ്യും. പിന്നെ അദ്ദേഹത്തിൻ്റെ ദൂതനായ എനിക്ക് ഈ സമുദ്രം കടക്കാൻ എന്താണ് പ്രയാസം? മാത്രമല്ല എൻ്റെ ഹൃദയത്തിൽ സദാ ശ്രീരാമചന്ദ്രനും ശിരസിൽ അദ്ദേഹത്തിൻ്റെ മോതിരവുമുണ്ട്. അതിനാൽ സമുദ്രതരണത്തിന് എനിക്ക് ഒട്ടും ഭയമില്ല. വാനരശ്രേഷ്ഠന്മാരെ, നിങ്ങൾ ഒട്ടും ദുഃഖിക്കേണ്ട. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം വാലുയർത്തി, കൈകൾ പരത്തി, കഴുത്തുയർത്തി, കാലുകൾ അല്പം വളച്ച് മേലോട്ട് പൊക്കി ഹൃദയം ലങ്കയിൽ ഉറപ്പിച്ചുകൊണ്ട് ഹനുമാൻ ദക്ഷിണ ദിക്കിലേക്ക് ചാടി. ഇനി മാർഗവിഘ്നം എന്ന ഭാഗം. പക്ഷിരാജാവായ ഗരുഡനെ പോലെ സൂര്യൻ്റെ ശോഭയോടുകൂടി ആകാശത്തിലൂടെ പാഞ്ഞുപോകുന്ന ഹനുമാന്റെ ബലവേഗങ്ങൾ കണ്ട് ദേവന്മാർ സുരസയോട് ഒരു പരീക്ഷണത്തിനു വേണ്ടി ആ കവീന്ദ്രൻ്റെ സുഖകരമായ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുവാനായി നാഗമാതാവായ സുരസയെ സമീപിച്ചു. ഹനുമാന്റെ ബുദ്ധിയും ബലവും അതിസൂക്ഷ്മമായി അറിഞ്ഞു വരിക എന്ന ദേവന്മാരുടെ അപേക്ഷയനുസരിച്ച് അവൾ അഹങ്കാരത്തോടെ ഹനുമാന്റെ മുമ്പിലെത്തി അലറിക്കൊണ്ട് ചോദിച്ചു: അല്ലയോ വാനരശ്രേഷ്ഠ, എന്നെ കണ്ടില്ലേ? ഭയമില്ലാതെ ഇതുവഴി സഞ്ചരിക്കുന്നവരെ ഭക്ഷിച്ചു കൊള്ളാൻ ഈശ്വരൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്.
വിധിവശാൽ നീയാണ് എൻ്റെ ഇന്നത്തെ ഭക്ഷണം. എനിക്ക് വലിയ വിശപ്പുണ്ട്. വളരെ വേഗം നീ എൻ്റെ വായിലേക്ക് പ്രവേശിക്കുക. മറ്റൊന്നും ചിന്തിച്ച് സമയം കളയരുത്. വലിയ ശരീരത്തോടു കൂടിയ സുരസയുടെ സരസമായ വാക്കുകൾ കേട്ടിട്ട് ഹനുമാൻ പറഞ്ഞു, അഖിലലോക നായകനായ ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് സീതാദേവിയെ കണ്ടെത്താൻ ഞാൻ വേഗം പോവുകയാണ്. ദേവിയെ രാക്ഷസപുരിയിൽ ചെന്ന് കണ്ടതിന് ശേഷം ഇന്നോ നാളെയോ അതിവേഗം ഞാൻ മടങ്ങി വരും. ജാനകി ദേവിയുടെ വൃത്താന്തമെല്ലാം ശ്രീരാമനെ അറിയിച്ച ശേഷം ഭയമോ ദുഃഖമോ ഇല്ലാതെ മടങ്ങി വന്ന് സന്തോഷത്തോടെ ഞാൻ നിന്റെ വദന ഗുഹയിൽ പ്രവേശിച്ചു കൊള്ളാം. അസത്യം ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല. ദേവി, എനിക്ക് വഴി തരൂ. നിനക്ക് എൻ്റെ നമസ്കാരം. ഹനുമാന്റെ വാക്കുകൾ കേട്ട സുരസ പറഞ്ഞു, എനിക്ക് വിശപ്പും ദാഹവും തയ്ക്കാൻ വയ്യ. ഹനുമാൻ പറഞ്ഞു, നിന്റെ തീരുമാനം ഇപ്രകാരം ഉറച്ചതാണെങ്കിൽ വേഗം വായ തുറക്കൂ. ഒരു യോജന നീളമുള്ള വിപുലമായ ശരീരത്തോടെ വായുപുത്രൻ നിൽക്കുന്നത് കണ്ട സുരസ അത്ഭുതകരമായ രീതിയിൽ 5 യോജന വിസ്താരത്തിൽ വായു തുറന്നു. അപ്പോൾ ഹനുമാൻ തൻ്റെ ശരീരം 10 യോജന വലുതാക്കി. വർദ്ധിച്ച കൗതുകത്തോടെ സുരസ 20 യോജന വിസ്തൃതിയിൽ വാ പിളർന്നു. ഈ വായ് വളരെ വലുതാണ് എന്ന് കരുതി ഹനുമാൻ ശരീരം 30 യോജനയാക്കി. ഇതുമതി, ഇവൻ പരിശുദ്ധനും ആർക്കും ജയിക്കാൻ കഴിയാത്തവനുമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ 50 യോജന വാ തുറന്നു. അത് കണ്ട ഹനുമാൻ തൻ്റെ ശരീരം ഒരു പെരുവിരലോളം ചെറുതാക്കി അവളുടെ വായ്ക്കുള്ളിൽ കടന്നു. അനന്തരം തൻ്റെ വലിയ തപശക്തി കൊണ്ട് വളരെ എളുപ്പം പുറത്തു വന്നിട്ട് പറഞ്ഞു, ദേവന്മാരുടെ കാര്യത്തിൽ താല്പര്യമുള്ളവളും നാഗമാതാവും ശുദ്ധയും മംഗളകാരിണിയും ശാന്തയും ശരണ്യയുമായ സുന്ദരി, നിനക്ക് നമസ്കാരം. നിന്റെ പാദകമലങ്ങൾ തന്നെയാണ് എനിക്ക് ആശ്രയം. നിനക്ക് നമസ്കാരം. വാനരശ്രേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് വീണ്ടും ചിരിച്ചുകൊണ്ട് സുരസ പറഞ്ഞു, നിനക്ക് ജയമുണ്ടാകട്ടെ. നീ സുഖമായി പോയി ശ്രീരാമനോട് സീതയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ അറിയിക്കുക. അദ്ദേഹത്തിൻ്റെ കോപം കൊണ്ട് രാക്ഷസവർഗത്തെ മുഴുവൻ നശിപ്പിക്കുക. നിന്റെ ശക്തിയും അറിവും വേഗവും എല്ലാം പരീക്ഷിച്ചറിയാൻ ദേവന്മാരാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. തൻ്റെ ചരിത്രം മുഴുവൻ അവൾ അവനോട് പറഞ്ഞതിന് ശേഷം ദേവലോകത്തേക്ക് മടങ്ങി. ഹനുമാൻ ഗരുഡനെപ്പോലെ കടലിന് മുകളിൽ കൂടി പാഞ്ഞു പോകുമ്പോൾ സമുദ്രം പർവ്വതശ്രേഷ്ഠനായ മൈനാകത്തോട് പറഞ്ഞു, നീ ചെന്ന് വാനരവീരനായ ഹനുമാനെ സൽക്കരിക്കണം. സകര മഹാരാജാവിൻ്റെ പുത്രന്മാർ എന്നെ വളർത്തിയതുകൊണ്ട് എല്ലാവരും എന്നെ സാഗരം എന്ന് വിളിക്കുന്നു. ആ സകരൻ്റെ വംശത്തിൽ ജനിച്ചവനാണ് ശ്രീരാമൻ. ഇവൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. സമുദ്രോപരി വിശ്രമിക്കാൻ ഇവന് മറ്റൊരു ഇടമില്ല. അതിനാൽ നീ പൊങ്ങിച്ചെന്ന് വേണ്ടവണ്ണം ഇവൻ്റെ തളർച്ച തീർക്കണം. ഇത് കേട്ട് രത്നവും സ്വർണവും കൊണ്ട് നിറഞ്ഞവനായ മൈനാകപർവ്വതം മനുഷ്യരൂപം ധരിച്ച് ഹനുമാനോട് പറഞ്ഞു, അലയോ കവീന്ദ്ര, ഞാൻ ഹിമവാൻ്റെ മകനാണ്. നീ എൻ്റെ പുറത്തിരുന്ന് തളർച്ച തീർക്കൂ. സമുദ്രമാണ് വേഗം എന്നെ ഇങ്ങോട്ട് അയച്ചത്. നീ തളർച്ചയും ദാഹവും മാറ്റിയിട്ട് യാത്ര തുടരൂ. അമൃതതുല്യമായ ജലവും മധുരമായ തേനും വളരെ നല്ലവണ്ണം പാകമായ പഴങ്ങളും കഴിച്ചിട്ട് യാത്രയാകും. ഹനുമാൻ പറഞ്ഞു, മതി മതി, ഇതൊന്നും പാടില്ല. രാമകാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒരിടത്തും തങ്ങാൻ പാടില്ല. യാത്രക്കിടയിൽ ഭക്ഷണവും ശയനവും, ശയനം പറയുമ്പോൾ ഉറക്കവും മാത്രമല്ല, മറ്റൊരു കാര്യം ആലോചിക്കുന്നതും അനുചിതമാണ്. ശ്രീരാമൻ്റെ കാര്യം നിറവേറ്റുന്നത് വരെ ഇതൊന്നും പാടില്ല. ഞാൻ നിർഭയനായി യാത്ര തുടരുകയാണ്. ബന്ധു എന്ന നിലയിൽ ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിച്ചതായി കരുതിക്കൊള്ളൂ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഹനുമാൻ പർവ്വതശ്രേഷ്ഠനെ തഴുകി. അനന്തരം സംഭ്രമത്തോടെ വായുവേഗത്തിൽ ഹനുമാൻ രാക്ഷസ രാജാവിൻ്റെ നഗരത്തിലേക്ക് യാത്ര തുടർന്നു. പിന്നീട് സമുദ്രത്തിലെ വലിയ ആഴമുള്ള ഭാഗത്ത് വസിക്കുന്ന ഛായാഗ്രഹിണി, ഛായാഗ്രഹിണി പറയുമ്പോൾ സിംഹിക, സമുദ്രത്തിന് മുകളിൽ കൂടി പോകുന്ന ഹനുമാന്റെ നിഴൽ പെട്ടെന്ന് പിടിച്ചു നിർത്തി. ആരാണ് തൻ്റെ ഗതി ഇടയ്ക്ക് മുടക്കിയത് എന്നറിയാൻ ഹനുമാൻ താഴേക്ക് നോക്കി. അതിവിപുല ശരീരിണിയും ഭയങ്കരിയും നീചയും ജീവികളുടെ നിഴൽ പിടിച്ചു നിർത്തി കൊല്ലുന്നവളുമായ സിംഹിക എന്ന രാക്ഷസിയായിരുന്നു വഴിമുടക്കിയവൾ. അവളെ തൊഴിച്ചു കൊന്നിട്ട് ലങ്കാനഗരിയിൽ എത്തുന്നതിന് തെക്കേ ദിക്ക് ലക്ഷ്യമാക്കി കുതിച്ചു. അസ്തമയ പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യനും ലങ്കാഗോപുരത്തിൻ്റെ മുകളിൽ ഹനുമാനും ഒരേ സമയം എത്തി. ഇനി ലങ്കാലക്ഷ്മി മോക്ഷം. ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അതിവിസ്തൃതമായ സ്ഥലത്താണ് രാവണൻ്റെ അതിമനോഹരമായ ലങ്കാനഗരം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ഫലങ്ങൾ, പൂക്കൾ, ഇലകൾ എന്നിവയോടുകൂടിയ മരങ്ങൾ നിറഞ്ഞതും വള്ളിക്കൂട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതും പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയോടുകൂടിയതും രത്നം, സ്വർണം എന്നിവ നിറഞ്ഞതും ദേവലോകതുല്യവും സമുദ്രമധ്യത്തിൽ ത്രികൂടപർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതുമായ അനുപമമായ ലങ്കാനഗരം സീതാന്വേഷണത്തിന് ചെന്ന ഹനുമാൻ കണ്ടു. അവിടുത്തെ സ്വർണ്ണ നിർമ്മിതമായ കോട്ടകളും പലതരം കിടങ്ങുകളും കണ്ട് അകത്ത് കടക്കുക പ്രയാസമാണ് എന്ന് കണ്ട്
പല വഴിയും ആലോചിച്ച് മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ചു. രാത്രി ഇരുട്ടത്ത് കൃശശരീരനായി ആളുകളില്ലാത്ത സ്ഥലത്തുകൂടി അകത്ത് കടക്കാമെന്ന് കരുതി രാക്ഷസകുല ശത്രുവായ ശ്രീരാമനെയും ധ്യാനിച്ചുകൊണ്ട് ദേവവൈരിയായ രാവണൻ്റെ നഗരത്തിനുള്ളിലേക്ക് കടന്നു. പ്രകൃത്യാ തന്നെ ചപല സ്വഭാവിയായ ഹനുമാൻ വളരെ വേഗത്തിൽ പർവ്വതതുല്യമായ വലിയ കോട്ട കടന്നു. സ്വശരീരം മറിച്ച് സീതാദേവിയുടെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് അഞ്ജനാപുത്രനായ ഹനുമാൻ ഭയമില്ലാതെ ശരീരം കടുകുപോലെ ചെറുതാക്കി ഇടതുകാൽ വെച്ച് ലങ്കയ്ക്കകത്ത് പ്രവേശിച്ചു. അപ്പോൾ ഒരു രാക്ഷസിയുടെ രൂപത്തിൽ ഉറക്കെ അലറിക്കൊണ്ടുവരുന്ന ലങ്കാലക്ഷ്മിയെ കണ്ടു. ഇവിടെ നീ ഒറ്റയ്ക്ക് വരാൻ എന്താണ് കാരണം? നീ കള്ളനാണോ? എന്താണ് നിന്റെ ആഗ്രഹം? അസുരന്മാർ, ദേവന്മാർ, മനുഷ്യർ, പശു തുടങ്ങിയ മൃഗങ്ങൾ എന്നിങ്ങനെ ഒരു ജീവിക്കും ഞാനറിയാതെ ഇതിനകത്ത് കടക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ക്രൂരമായി പറഞ്ഞുകൊണ്ട് അവൾ ഹനുമാനെ അടിച്ചു. ശ്രീരാമദൂതനായ ഹനുമാൻ കോപത്തോടെ ഇടത് കൈമുഷ്ടി കൊണ്ട് അവളെയും പ്രഹരിച്ചു. അടിയേറ്റ ലങ്കാലക്ഷ്മി ചോര ഛർദ്ദിച്ച് നിലത്തു വീണു. എഴുന്നേറ്റ ലങ്കാലക്ഷ്മി ഹനുമാനോട് പറഞ്ഞു, സഖേ, നിന്റെ കയ്യൂക്ക് എനിക്ക് ബോധ്യമായി. ഇത് ദൈവകൽപ്പിതമത്രേ. വളരെ പണ്ട് തന്നെ ബ്രഹ്മാവ് എന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സകല ലോകനാഥനും സനാതനനും ലക്ഷ്മീകാന്തനുമായ സാക്ഷാൽ മഹാവിഷ്ണു 28ാമത്തെ ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ എൻ്റെ പ്രാർത്ഥന നിമിത്തം ധർമ്മത്തെയും ദേവന്മാരെയും രക്ഷിക്കുന്നതിനായി ദശരഥ മഹാരാജാവിൻ്റെ മകനായി ഭൂമിയിൽ അവതരിക്കും. രാവണവധത്തിന് വേണ്ടി വിഷ്ണുമായ ജനക മഹാരാജാവിൻ്റെ മകളായും ജനിക്കും. ശ്രീരാമൻ തപസ്സിനായി സഹോദരനും ഭാര്യയുമായി വനത്തിൽ വസിക്കുമ്പോൾ രാവണൻ സീതയെ അപഹരിച്ച് ദക്ഷിണ സമുദ്രമധ്യത്തിലുള്ള ലങ്കയിലേക്ക് കൊണ്ടുപോകും. അക്കാലത്ത് ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്യും. സുഗ്രീവാജ്ഞ അനുസരിച്ച് സീതാന്വേഷണത്തിനായി വാനരന്മാർ പല ദിക്കുകളിലേക്കും സഞ്ചരിക്കുന്നതിനിടയിൽ ഒരു വാനരൻ നിന്റെ അടുത്തെത്തും. നീ അവനുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ യുദ്ധകുശലനായ ആ വാനരൻ്റെ അടിയേറ്റിട്ട് ആ രാമദൂതന് ലങ്കയിൽ പ്രവേശിക്കാൻ അനുവാദം നൽകണം. ഒരു ദിവസം ഒരു വാനരൻ്റെ കൈകൊണ്ട് നിനക്ക് അടി കിട്ടിയാൽ നീ മടങ്ങിപ്പോരുക എന്ന് പറഞ്ഞ് നിർവ്യാജമായ കാരുണ്യമോടെ എന്നെ ഇങ്ങോട്ടയച്ചു. വളരെ കാലമായി ഞാൻ ആ വാനരനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ശ്രീരാമൻ്റെ കാര്യം നിറവേറ്റാനായി നീ പൊയ്ക്കൊള്ളൂ. നീ ഇന്ന് ലങ്കാപുരിയെ ജയിച്ച് അടക്കിയിരിക്കുന്നു. രാക്ഷസകുലപതിയായ രാവണൻ്റെ മരണസമയവും വളരെ അടുത്തിരിക്കുന്നു. ഭഗവാന്റെ അനുചര, നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഉടനെ ചെന്ന് സീതാദേവിയെ കാണുക. ദേവശത്രുവായ രാവണൻ്റെ അന്തപുരത്തിലുള്ള ക്രീഡോദ്യാനത്തിലെ വൃക്ഷസമൂഹത്തിൽ പുതുപുഷ്പങ്ങളും ഇലകളുമുള്ള ശംശഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസികളുടെ മധ്യത്തിൽ ദുഃഖത്തോടുകൂടി പാവനാംഗിയായ സീത വസിക്കുന്നു. വളരെ വേഗം ആകാശത്തിലൂടെ കടൽ കടന്ന് സകലേശ്വരനായ ശ്രീരാമൻ്റെ അടുത്തെത്തി സീതാവൃത്താന്തം അറിയിക്കുക. ഉത്തമോത്തമനായ നിനക്ക് മംഗളം ഭവിക്കട്ടെ. ഇപ്രകാരമുള്ള മധുരവചനങ്ങൾ പറഞ്ഞിട്ട് ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്നും മറഞ്ഞു. സമുദ്രമധ്യത്തിലുള്ള ത്രികൂടപർവ്വത ശിഖരത്തിൽ ഹനുമാൻ കടൽ കടന്ന് കാലൂന്നിയപ്പോൾ സീതാദേവിക്കും രാവണനും ഒരേ സമയം ശരീരത്തിൻ്റെ ഇടതുഭാഗവും ശ്രീരാമന് വലതുഭാഗവും തുടിച്ചു. ഭൂമിയിൽ ജനിച്ച സുഖവും ദുഃഖവും എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരും. അനന്തരം ഹനുമാൻ അതിസൂക്ഷ്മ ശരീരനായി രാത്രിയിൽ ലങ്കയിൽ പ്രവേശിച്ചു. ഉദയസൂര്യനെപ്പോലെ ശോഭിക്കുന്ന ലങ്കയിലെ എല്ലാ സ്ഥലത്തും ഹനുമാൻ സീതയെ അന്വേഷിച്ചു. രാവണൻ്റെ മണിയറയിലായിരിക്കും സീത ഉള്ളത് എന്ന് വിചാരിച്ച് സ്വർണമയവും രത്നങ്ങൾ പതിച്ചതുമായ വസതികളിലെല്ലാം സീതയെ അന്വേഷിച്ച് നടന്നു. ഒടുവിലാണ് ലങ്കാലക്ഷ്മി പറഞ്ഞ കാര്യം ഓർത്തത്. തുടർന്ന് ഉദ്യാനത്തിൽ അന്വേഷിക്കാൻ തുടങ്ങി. പൂന്തോട്ടം, അമൃതസമാനമായ ജലം നിറഞ്ഞ തടാകം, വലിയ മാളികകൾ, ഗോപുരങ്ങൾ, സഹോദരന്മാർ, പുത്രന്മാർ, മന്ത്രിമാർ, സേനാനായകന്മാർ മുതലായവരുടെ ഭവനങ്ങൾ, സ്വർണമയമായ കോട്ട, കൊടിമരങ്ങൾ, പതാകകൾ എന്നിവയെല്ലാം ചേർന്ന രാവണൻ്റെ മണിമാളികയുടെ ശോഭ കണ്ടാൽ അഷ്ടദിക്പാലന്മാരുടെ ഭവനങ്ങൾ നിസ്സാരമായി തോന്നും. സ്വർണവും രത്നവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളിൽ ഒന്നിലും സീതയെ കണ്ടെത്താൻ കഴിയാതെ വീണ്ടും അന്വേഷിച്ച് നടന്നപ്പോൾ പൂമണം കലർന്ന വായു വളരെ രഹസ്യമായി ഹനുമാനെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുപോയി. പൂന്തോട്ടവും വൻമരങ്ങളും ശംശഭാവൃക്ഷവും അതിനടുത്ത് ലോകമാതാവായ സീതയെയും കാട്ടിക്കൊടുത്തു. വളരെ മുഷിഞ്ഞ് പാറിപ്പറന്ന തലമുടിയോടുകൂടി മലിന വസ്ത്രം ധരിച്ച് മെലിഞ്ഞ ശരീരത്തോടെ ദുഃഖിതനും ഭയപരവശയുമായി നിലത്ത് കിടന്നുരുണ്ടും ഭർത്താവിനെ സദാ വിചാരിച്ചും കണ്ണുനീർ നിരന്തരം ചൊരിഞ്ഞും രാമ രാമ എന്ന് ഭർത്താവിൻ്റെ നാമം എപ്പോഴും ജപിച്ചും രാക്ഷസികളുടെ മധ്യത്തിൽ
ദുഃഖത്തോടുകൂടി കഴിയുന്ന ജഗദീശ്വരിയായ സീതയെ വൃക്ഷത്തിനു മുകളിലെ ഇലകൾക്കിടയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് വിസ്മയത്തോടെ ഹനുമാൻ വീക്ഷിച്ചു. സൂര്യവംശജനായ രഘുനാഥൻ്റെ പത്നിയായ സീതയെ കണ്ട് ഹനുമാൻ ചിന്തിച്ചു, ജഗദീശ്വരിയായ ലക്ഷ്മി ദേവിയുടെ തിരുവുടൽ കണ്ട് ഞാൻ അത്യന്തം കൃതാർത്ഥനായി. ശ്രീരാമചന്ദ്രൻ്റെ കാര്യം നിഷ്പ്രയാസം ഞാൻ ഇന്ന് സാധിച്ചു. ഇങ്ങനെ പലതും വിചാരിച്ചുകൊണ്ട് കുറച്ചു സമയം ഹനുമാൻ വൃക്ഷത്തിന് മുകളിൽ ഇരുന്നപ്പോൾ രാവണൻ്റെ വസതിക്ക് പുറത്തുനിന്ന് ചില ഘോഷശബ്ദങ്ങൾ കേട്ടു. ഇതെന്താണ് എന്നുള്ള ഉത്കണ്ഠയോടെ ഹനുമാൻ ഇലകൾക്കിടയിൽ ഒരു പുഴുവിനെ പോലെ ദേഹം മറച്ചിരുന്നു. ദേവകുലശത്രുവായ രാവണൻ്റെ വരവ് വാനരശ്രേഷ്ഠൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അസുരസുന്ദരിമാർ, ദേവസ്ത്രീകൾ, രാക്ഷസികൾ എന്നിവരോടുകൂടി വരുന്ന രാവണൻ്റെ ആകർഷകമായ ശൃംഗാരവേഷം ഹനുമാൻ കണ്ടു. ഈശ്വര, എനിക്ക് എന്നാണ് മരണം സംഭവിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും രാവണൻ്റെ മനസ്സിലുണ്ട്. സമസ്ത ലോകനാഥനും സനാതനനും സൽസ്വരൂപനുമായ സാക്ഷാൽ മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ട് മൂർച്ചയേറിയ ബാണങ്ങളേറ്റ് മുറിഞ്ഞ അംഗങ്ങളോടുകൂടി ഭഗവാന്റെ പരിശുദ്ധമായ പാദകമലങ്ങളിൽ മുഴുകിയ മനസ്സോടെ അമൃതാനന്ദപൂർണമായ വൈകുണ്ഠത്തിലെത്താൻ എനിക്ക് എന്ന് കഴിയും? അതിനു പറ്റിയ സമയം ഇതാണ് എന്ന് കരുതി ഞാൻ ലക്ഷ്മി ദേവിയെ പറയുമ്പോൾ സീതയെ അപഹരിച്ചു കൊണ്ടുപോന്നു. എന്നിട്ടും പരിഭവത്തോടെ രാമൻ വേഗം ഇവിടെ വന്നെത്തിയില്ല. എനിക്ക് ആയുസ് അവസാനിക്കാനുള്ള കാലം എത്തിക്കഴിഞ്ഞു. മരണസമയം എൻ്റെ ശിരസിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനൊരിക്കലും മാറ്റമുണ്ടാകുകയില്ല. കാലസ്വരൂപനായ ഈശ്വരൻ്റെ നിശ്ചയം ബ്രഹ്മാവിന് പോലും അറിയാൻ കഴിയില്ല. ഇപ്രകാരം ശ്രീരാമചന്ദ്രനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കവേ കപിശ്രേഷ്ഠനായ ഹനുമാൻ ലങ്കയിലെത്തും മുമ്പേ രാവണൻ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. ഇഷ്ടം പോലെ വേഷം ധരിക്കാൻ കഴിയുന്ന ഒരു വാനരശ്രേഷ്ഠൻ രഘുവംശതിലകനായ ശ്രീരാമൻ്റെ നിർദ്ദേശമനുസരിച്ച് രാത്രി ഇവിടെ വരും. അവൻ കൃമിക്ക് തുല്യം വളരെ ചെറിയ രൂപം ധരിച്ച് ലങ്ക മുഴുവൻ സീതയെ അന്വേഷിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ വന്നിരുന്ന് ദേവിയെ കണ്ട് ശ്രീരാമനെക്കുറിച്ചുള്ള വിവരമെല്ലാം അറിയിച്ചതിന് ശേഷം അടയാളം നൽകി ആശ്വസിപ്പിച്ചിട്ട് മടങ്ങിപ്പോകും. ആ സമയത്ത് ശ്രീരാമൻ അറിയുന്നതിനായി ഞാൻ ചെന്ന് കൊള്ളിവാക്കുകൾ പ്രയോഗിച്ച് സീതയുടെ ദുഃഖം വർദ്ധിപ്പിക്കും. ഈ വിവരവും ആ വാനരൻ ശ്രീരാമനെ അറിയിക്കും. ഉടനെ ശ്രീരാമൻ കോപിഷ്ഠനായി ഇവിടെ എത്തും. യുദ്ധത്തിനിടയിൽ രാമൻ്റെ മൂർച്ചയേറിയ ശരങ്ങളേറ്റ് എനിക്ക് സുഖമരണം ലഭിക്കും തീർച്ച. മോക്ഷം നേടുന്നതിന് ഇതിനേക്കാൾ മറ്റൊരു ഉപദേശം അല്ലെങ്കിൽ മാർഗം എനിക്ക് കണ്ടെത്താനാവില്ല. ദേവന്മാരുടെ ആഗ്രഹമനുസരിച്ച് എല്ലാം സത്യമായി ഭവിക്കും. സ്വപ്നം ചിലർക്ക് ചിലപ്പോൾ ഫലിക്കും. ഇങ്ങനെ പലതും നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് രാവണൻ തൻ്റെ ഗ്രഹത്തിൽ നിന്നും പുറപ്പെട്ടു. സ്വർണം, രത്നം എന്നിവ കൊണ്ട് നിർമ്മിച്ച വള, കാപ്പ്, തോൾവള, നൂപുരം പറയുമ്പോൾ കാൽച്ചിലമ്പ്, അരഞ്ഞാൻ മുതലായ ആഭരണങ്ങളുടെ കിലുക്കം സമീപത്ത് ദുഃഖപൂർണമായ ഹൃദയത്തോടെ ഇരുന്ന സീത കേട്ടു. നോക്കിയപ്പോൾ മുന്നിലായി ദേവശത്രുവായ രാവണൻ്റെ വരവ് കണ്ട് വളരെ ഭയന്നു. 2 തുടകൾ കൊണ്ട് മാറിടം മറിച്ച് തല താഴ്ത്തി വിറച്ചുകൊണ്ട് ഭർത്താവിൻ്റെ നിർമ്മല രൂപവും ധ്യാനിച്ചുകൊണ്ട് ദുഃഖമില്ലാതെയിരിക്കുന്ന സീതയുടെ സമീപത്തെത്തിയ കാമപീഡിതനായ രാവണൻ ഇങ്ങനെ തൊഴുത് അപേക്ഷിച്ചു. അനുസരിപ്പിക്കുന്ന രീതിയിലുള്ള മധുരമായ വാക്കുകൾ ആനന്ദരൂപിണിയായ സീതയോട് രാവണൻ പറഞ്ഞു. സുന്ദരി, കേൾക്കുക. നിന്റെ പാദപങ്കജങ്ങളുടെ ദാസനാണ് ഞാൻ. ശോഭനശീലേ, നീ എന്നിൽ പ്രസാദിക്കൂ. സകല ലോകങ്ങളുടെയും നാഥനും അസുര ചക്രവർത്തിയുമായ എന്നെ കണ്ടിട്ട് നീ സ്വയം അറിഞ്ഞിരിക്കുന്നത് എന്തിനാണ്? നീ വളരെ വേഗം താല്പര്യത്തോടെ എന്നെ നോക്കൂ. നിന്നിൽ പതിഞ്ഞ മനസ്സോട് കൂടിയവനാണ് ഞാൻ. ഈ ഭവതിതവ രമണമവി മുതൽ പാർത്ത് കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ എന്നുവരെയുള്ള ഭാഗങ്ങൾക്ക് സ്തുതിപരമായിട്ടും നിന്ദാപരമായിട്ടും അർത്ഥമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്തുതിപരമായിട്ടുള്ള അർത്ഥം പറയുമ്പോൾ രാമൻ നിൻ്റെ സ്തുതിപരമായ അർത്ഥം പറയുന്നത് ശ്രീരാമൻ ഭൗതിയുടെ ഭർത്താവാണെങ്കിലും പരമാത്മസ്വരൂപനായ അദ്ദേഹത്തിൻ്റെ ദർശനം ചിലർക്ക് മാത്രമേ ലഭിക്കൂ. എല്ലാ സ്ഥലത്തും അന്വേഷിച്ചാലും ഭാഗ്യവാന്മാർക്ക് പോലും അദ്ദേഹത്തെ കണ്ടുകിട്ടാൻ സാധ്യമല്ല. കാരണം അദ്ദേഹം നിഷ്കാമനും നിസ്സംഗനുമാണ്. നിന്നെ ആലിംഗനാദി പ്രേമ പ്രകടനങ്ങൾ കൊണ്ട് സന്തോഷിപ്പിച്ചാലും നിന്നോട് പ്രത്യേക മമതയൊന്നും അവനില്ല. പരബ്രഹ്മത്തിന് ആശയമായ വസ്തുവൊന്നും ലോകത്തിലില്ല. എല്ലാം അതിനെ ആശ്രയിക്കുന്നു. കീർത്തി, മാനം, മമത, മതം, പാണ്ഡിത്യം തുടങ്ങിയ ലൗകിക ഗുണങ്ങൾക്കൊക്കെ അതീതനാണ് അവൻ. ജിതേന്ദ്രിയന്മാരും വനചരന്മാരുമായ ഋഷിമാരുടെ മധ്യത്തിലാണ് അവൻ്റെ സ്ഥാനം. യാതൊരു ഉച്ചനീചത്വ ഭേദവും അവനില്ല. എങ്കിലും ഒന്നുമില്ലാത്ത ലൗകിക വിരക്തന്മാരോട് അദ്ദേഹത്തിന് പ്രിയമേറും. ബ്രാഹ്മണനും ചണ്ടാളനും ഭൗതിയും ഒരു കാട്ടാള സ്ത്രീയും ആ പരമാത്മാവിൻ്റെ ദൃഷ്ടിയിൽ തുല്യം തന്നെ.
ഇനി വാക്കുകളുടെ അർത്ഥം നോക്കുമ്പോൾ രാമൻ നിന്റെ ഭർത്താവാണെങ്കിലും അവനെ കാണാൻ എളുപ്പമല്ല. കാരണം അവൻ പലയിടത്തും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവനാണ്. മിക്കവാറും നിന്റെ അടുത്ത് അവൻ കാണുകയില്ല. അതുകൊണ്ടാണ് നിന്നെ എനിക്ക് അപഹരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഭാഗ്യത്തിന് ചിലപ്പോൾ കാണാൻ ഒത്തു എന്നും വരും. അങ്ങനെയുള്ള ദശരഥപുത്രനെ കൊണ്ട് നിനക്ക് എന്താണ് ഫലം? നീയാണെങ്കിൽ പരമസുന്ദരിയും. അവനൊന്നിലും പ്രത്യേകം താല്പര്യമില്ല. ഒരു ഗുണവുമില്ലാത്തവനാണ് അവൻ. വളരെക്കാലം നിന്നോടൊപ്പം താമസിച്ചിട്ടും നിന്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടും നിന്നോട് അവന് യാതൊരു താല്പര്യവുമില്ല. ശക്തിഹീനനും ബന്ധുബലമില്ലാത്തവനുമാണ് രാമൻ. അങ്ങനെയുള്ള ഒരുത്തനെ കാത്തിരുന്നത് കൊണ്ട് എന്താണ് ഫലം? അവൻ കീർത്തിഹീനനും കൃതജ്ഞനുമാണ്. അപരിഷ്കൃതനായ അവനെ കാട്ടാളന്മാരുടെ കൂടെ കാണാം. ദരിദ്രന്മാരോടാണ് അവന് പ്രിയം. അവന് ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ ഒരു ഭേദവുമില്ല. പശുക്കളും പട്ടികളും അവന് സമമാണ്. അവൻ ഭവതിയെയും ഒരു കാട്ടാള സ്ത്രീയെയും തുല്യമായി കരുതുന്നു. അവൻ നിന്നെ എന്നേ മറന്നു കഴിഞ്ഞിരിക്കും. ഇത് നിന്ദാപരമായിട്ടുള്ള അർത്ഥം. ഭവതിയെ അവൻ മറന്നു കഴിഞ്ഞു. അതിനാൽ ഇനി ഭർത്താവിനെ കാത്തിരുന്നത് മതി. അവന് നിന്നിൽ താല്പര്യമില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നിന്റെ ദാസദാസനാണ്. നീ എന്നെ സ്വീകരിക്കൂ. കയ്യിൽ കിട്ടിയ അമൂല്യരത്നത്തെ ഉപേക്ഷിച്ച്, അല്ലയോ സുന്ദരി, നീ എന്തിനാണ് കാക്കപ്പൊന്നിനെ ആഗ്രഹിക്കുന്നത്? നീ എൻ്റെ ഭാര്യയായാൽ ദേവന്മാർ, അസുരന്മാർ, രാക്ഷസന്മാർ, നാഗങ്ങൾ, ഗന്ധർവന്മാർ എന്നിവരുടെ കൂട്ടത്തിലുള്ള സുന്ദരിമാരെല്ലാം ഭയത്തോടും ബഹുമാനത്തോടും സന്തോഷത്തോടും കൂടി നിന്നെ പരിചരിക്കും. സമയം അല്പവും നീ വെറുതെ പാഴാക്കരുത്. കാന്തേ, നീ എക്കാലവും എൻ്റെ പത്നിയായി വാഴുക. നിന്റെ വിടുപണി ചെയ്യാൻ സുന്ദരിമാർ പലരുണ്ട്. മനോഹരി, കാലന് പോലും എന്നെ പേടിയാണ്. പുരുഷഗുണം എന്താണെന്നും നീ ചിന്തിച്ചു നോക്കൂ. ദേവേന്ദ്രനും കൂടി അഭിവന്ദ്യനാണ് ഞാനെന്ന കാര്യം നീ മനസ്സിലാക്കുക. ശൃംഗാരഭാവത്തോടെ നിനക്ക് വശംവദനായ എന്നെ സദയം സൗജന്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സാരസർവസ്വവുമായിട്ടുള്ള നീ അനുസരിക്കൂ. ഞാൻ നിൻ്റെ പാദകമലങ്ങളിൽ വീഴുന്നു. നീ എന്നെ സദാ രക്ഷിച്ചാലും. ഇങ്ങനെ പലവിധത്തിൽ അനുസരണയോടെ രാവണൻ കേണുവീണ് അപേക്ഷിച്ചപ്പോൾ സീതാദേവി കോപത്തോടെ ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് അവർക്കിടയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: സൂര്യവംശതിലകനായ ശ്രീരാമനെ ഭയന്ന് നീ ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് രണ്ടുപേരും, അതായത് രാമനും ലക്ഷ്മണനും കാണാതെ യാഗശാലയിൽ കടന്ന് ഹോമദ്രവ്യം ഭയത്തോടും അതിവിനയത്തോടും കൂടി തട്ടിക്കൊണ്ടുപോകുന്ന പെൺപട്ടിയെപ്പോലെ സാഹസം കാട്ടി എന്നെ കട്ടുകൊണ്ടുപോയില്ലേ രാവണ. നീ ചെയ്ത അനുചിത പ്രവൃത്തിയുടെ ഫലം ഉടൻ അനുഭവിക്കും. ദശരഥപുത്രനായ ശ്രീരാമൻ്റെ മൂർച്ചയേറിയ ശരങ്ങളേറ്റ് ശരീരം കീറിമുറിഞ്ഞ് ദേഹോപേക്ഷിച്ച് നീ കാലപുരിയിലെത്തും. രാക്ഷസ രാജാവേ, ശ്രീരാമൻ വെറുമൊരു മനുഷ്യനാണ് എന്ന അഹങ്കാരം കൊണ്ട് നിനക്ക് തോന്നും. അദ്ദേഹം അനായാസം കടൽ കടന്ന് ഇവിടെ എത്തും, സംശയമില്ല. ശ്രീരാമൻ്റെ മൂർച്ചയേറിയ ശരമാകുന്ന അഗ്നിയിൽ അരനിമിഷം കൊണ്ട് ലങ്ക ഭസ്മമാകും. സഹോദരന്മാർ, മക്കൾ, മന്ത്രിമാർ, സേനാനായകന്മാർ എന്നിവരോടൊപ്പം നിന്റെ സൈന്യവും നശിക്കും. ഭൂമിയുടെ രക്ഷണത്തിൽ സമർത്ഥനും ഭൂഭാരം നശിപ്പിക്കുന്നവനും ദയാപരനുമായ അദ്ദേഹം ബ്രഹ്മാവ് അപേക്ഷിച്ചതിനാൽ നിന്നെ കൊല്ലുന്നതിന് ഭൂമിയിൽ അവതരിച്ചിരിക്കുകയാണ്. അതിന് കാരണഭൂതയായി ജനകമഹാരാജാവിൻ്റെ മകളായി ഞാനും ജനിച്ചിരിക്കുന്നു. ഇത് നീ മനസ്സിലാക്കൂ. ഇനി ശ്രീരാമൻ ഇവിടെ എത്തി നിന്നെ കൊന്നതിന് ശേഷം എന്നെ കൊണ്ടുപോകും. സീതയുടെ പരുഷവാക്കുകൾ കേട്ട് ക്രുദ്ധനായ രാവണൻ കയ്യിൽ വിറപ്പിച്ചുകൊണ്ടിരുന്ന ഭയങ്കരമായ കരവാൾ പെട്ടെന്ന് സീതയെ വെട്ടാനോങ്ങി. അപ്പോൾ മയപുത്രിയായ മണ്ഡോദരി തൻ്റെ ഭർത്താവിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു: രാവണ, അരുത്, മാറൂ, ഞാൻ പറയുന്നത് കേൾക്കുക. മൂഢപ്രഭു, അരുതാത്ത കാര്യം ആലോചിക്കരുത്. ഈ മനുഷ്യസ്ത്രീയെ ഉപേക്ഷിക്കൂ. ബന്ധുക്കളാരുമില്ലാതെ വളരെ ദുഃഖിച്ച് മെലിഞ്ഞ് ഭർത്താവിൻ്റെ വിരഹത്താൽ പരവശയായി അന്യഗ്രഹത്തിൽ താമസിച്ചുകൊണ്ട് ശ്രീരാമനെ മനസ്സുറപ്പിച്ച് പാതിവൃത്യനിഷ്ഠയോടെ രാപ്പകൽ ഈ രാക്ഷസികൾ പറയുന്ന പരുഷവാക്കുകൾ കേട്ട് വിഷമിച്ചിരിക്കുകയാണ് ഇവൾ. ഇതിനേക്കാൾ ദുരിതം ഒരാളിനുണ്ടാകാനില്ല. ദുഷ്ടബുദ്ധിയായ പ്രഭു, വീരപുരുഷന്മാർക്ക് ദുഷ്കീർത്തി ചേരുന്നതാണോ? ദേവന്മാർ, രാക്ഷസന്മാർ, നാഗങ്ങൾ, ഗന്ധർവന്മാർ മുതലായവരുടെ കൂട്ടത്തിലുള്ള എത്രയോ സ്ത്രീകൾ നിന്റെ അധീനതയിലുണ്ട്. മണ്ഡോദരിയുടെ ദയാപൂർവമായ വാക്കുകൾ കേട്ട് ലജ്ജിച്ച അതിമൂഢനായ രാവണൻ രാക്ഷസ്ത്രീകളോട് കാരുണ്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ അനുസരണയുള്ള വാക്കുകളും ഭീഷണികളും ഭാവഭേദങ്ങളും പ്രകടിപ്പിച്ച് സീതയെ വശത്താക്കുവിൻ. ഞാൻ ഇനിയും 2 മാസം കൂടി കാത്തിരിക്കാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കോപത്തോടുകൂടി രാവണൻ അന്തപുരത്തിലേക്ക് പോയി. അതികഠിനവും പരുഷവുമായ വാക്ശരങ്ങളേറ്റ സീത തകർന്ന മനസ്സോടെ ദുഃഖിച്ചിരുന്നു. അപ്പോൾ ത്രിജട പറഞ്ഞു: മതി മതി, ഇത് അനുചിതമാണ്. നിങ്ങൾ അടങ്ങിയിരിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ഈ സുശീലയെ നിങ്ങൾ എല്ലാവരും നമസ്കരിക്കൂ. അസ്വസ്ഥമായ മനസ്സോടെ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു.
സകല ലോകനാഥനായ ശ്രീരാമനും ലക്ഷ്മണനും ഐരാവതത്തിൻ്റെ പുറത്തിരിക്കുന്നത് കണ്ടു. അവരുടെ ശരസമൂഹം പതിച്ചുണ്ടായ തീപ്പൊരി കൊണ്ട് ലങ്കാനഗരം ചുട്ടുകരിച്ച ശേഷം യുദ്ധത്തിൽ രാവണനെ വധിച്ച് രാക്ഷസരാജ്യം വിഭീഷണന് നൽകി അനന്തരം പട്ടമഹിഷിയായ സീതയെയും മടിയിലിരുത്തിക്കൊണ്ട് ശ്രീരാമൻ അയോധ്യയിലെത്തി. ദേവേന്ദ്രൻ്റെ ശത്രുവായ രാവണൻ നഗ്നനായി ശരീരം മുഴുവൻ എണ്ണ തേച്ച് ശിരസിൽ രാമച്ചമാലയും അണിഞ്ഞ് ഒരു വലിയ ചാണകക്കുഴിയിൽ സഹോദരന്മാർ, മന്ത്രിമാർ, മക്കൾ, സൈന്യം എന്നിവർ മുങ്ങുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. രാക്ഷസരാജാവായ വിഭീഷണൻ ഭക്തനായി ശ്രീരാമൻ്റെ പാദകമലങ്ങളും സേവിച്ച് സസുഖം വാണു. അതിനാൽ രാക്ഷസികളെ, പാപചിന്തകൾ ഉപേക്ഷിക്കൂ. ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണ്. പിന്നീട് നിങ്ങൾക്കിത് ബോധ്യമാകും. അതിനുവേണ്ടി ഏതാനും ദിവസം ഇവളെ ദുഃഖിപ്പിക്കാതെ സംരക്ഷിക്കണം. ത്രിജയുടെ വാക്കുകൾ കേട്ട് രാക്ഷസികൾ അത്ഭുതപ്പെടുകയും ഭയപ്പെടുകയും ചെയ്തു. പാരവശ്യത്തോടെ അവരെല്ലാം ഉറങ്ങി. സീതാദേവിയുടെ മനസ്സും വളരെ ദുഃഖിതമായി. ഇനി അനുമൽ സീതാ സംവാദം എന്ന ഭാഗം നാളെ. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.